ഇന്നത്തെ ഈ ലഘുവിവരണത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇ എന്ന അഡിക്ഷൻ, ഉയർന്ന വരുമാനം നിങ്ങളെ രക്ഷിക്കാത്തത് എന്തുകൊണ്ട് എന്ന വിഷയമാണ്. നല്ല ശമ്പളവും മികച്ച വിദ്യാഭ്യാസവും ഉണ്ടെങ്കിലും നമ്മുടെ തെറ്റായ സാമ്പത്തിക ശീലങ്ങളും അനാവശ്യ കളും നമ്മളെ എങ്ങനെ ഒരു നിശബ്ദ കടക്കണിയിലെത്തിക്കുന്നു എന്നതാണ് ഇതിന്റെ കാതൽ. ഒന്നാമതായി, വരുമാനവും സാമ്പത്തിക അറിവും തമ്മിലുള്ള വലിയ അന്തരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലർക്കും ഉയർന്ന ശമ്പളമുണ്ടെങ്കിലും അടിസ്ഥാന സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ അറിവില്ല. സമൂഹത്തിലൊന്ന് ആളാകാൻ വേണ്ടി മാത്രം വില കൂടിയ ഫോണുകളും കാറുമൊക്കെ വഴി വാങ്ങുമ്പോൾ പലരുടെയും ശമ്പളത്തിന്റെ പകുതിയിലധികവും ബാങ്കിലേക്ക് തന്നെ പോവുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ശമ്പളം കൂടുമ്പോൾ നമ്മൾ ശരിക്കും പണമുണ്ടാക്കുകയാണോ, അതോ കൂടുതൽ കടം വാങ്ങാനുള്ള നമ്മുടെ കഴിവ് വെറുതെ കൂട്ടുകയാണോ ചെയ്യുന്നത്? രണ്ടാമതായി, ഈ വരുത്തിവെക്കുന്ന മാനസിക സമ്മർദ്ദമാണ്. നിരന്തരമായ ഈ കടബാധ്യത നമ്മുടെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ സാരമായി ബാധിക്കുകയും ഐക്യു കുറയുന്നതിന് തുല്യമായ അവസ്ഥയുണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ടെൻഷൻ കാരണം പഴയ കടം വീട്ടാൻ നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നിന്നോ മറ്റോ വീണ്ടും പുതിയ കടമെടുക്കും. ശരിക്കും പറഞ്ഞാൽ, ഒരു പുതിയ കടം പഴയ കടത്തെ ഇല്ലാതാക്കുമോ, അതോ നമ്മളെ മറ്റൊരു വലിയ കുഴിയിലേക്ക് വീഴ്ത്തുകയാണോ ചെയ്യുന്നത്? അവസാനമായി, നമ്മൾ ഈ കടക്കണിയിലാണോ എന്ന് കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങളുടെ സ്ഥിരമായ ചെലവുകൾ വരുമാനത്തിന്റെ 70% മുകളിലാണെങ്കിലോ, നിത്യച്ചെലവുകൾക്ക് പോലും ലോണിനെ ആശ്രയിക്കേണ്ടി വരുന്നെങ്കിലോ നിങ്ങൾ കടക്കണിയിലാണെന്ന് ഉറപ്പിക്കാം. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്കാണോ, അതോ ബാങ്കിന് മാസാമാസം അടയ്ക്കാൻ വേണ്ടിയാണോ എന്ന് സ്വയം ചോദിക്കേണ്ട സമയമാണിത്. യഥാർത്ഥ സാമ്പത്തിക സുരക്ഷ എന്നത് മറ്റുള്ളവരെ കാണിക്കാനുള്ള ആർഭാടത്തിലല്ല, മറിച്ച് യാതൊരു കടങ്ങളുമില്ലാത്ത സമാധാനപരമായ ഒരു ജീവിതത്തിലാണ് അടങ്ങിയിരിക്കുന്നത്.